Hi everyone, welcome back to News Taste Buds. ഇന്ന് ഞാൻ ഗോതമ്പ് പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊറോട്ട തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഈ ഗോതമ്പ് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നേരം കുഴക്കാനോ അതുപോലെ വീശി അടിക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നൊരു പൊറോട്ടയുടെ റെസിപ്പിയാണിത്. സാധാരണ നമ്മൾ മൈദമാവ് കൊണ്ട് ചെയ്യുന്ന പൊറോട്ടയേക്കാളും കുറച്ചുകൂടെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഗോതമ്പ് പൊറോട്ട തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊരുവിധം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് മാവൊന്ന് കുഴച്ചെടുക്കണമെന്നാൽ ഒരുപാട് നേരം ഇട്ട് അടിച്ച് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി മാവ് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഈ പൊറോട്ട ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൈ കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. പിന്നെ ഇതിൽ നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല. സാധാരണ മൈദമാവിൽ മുട്ട ചേർക്കുന്ന പോലെ ഇതിൽ മുട്ടയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓയിലും എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ, അതുപോലെ താഴെയും മുകളിലും ഓയിൽ ആവുന്ന വിധത്തിൽ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മറിച്ചിട്ട് ഈ ഭാഗത്തും കൂടെ ഓയിൽ ആവുന്ന വിധത്തിൽ ഒന്ന് മറിച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഓയിൽ ഇതിൽ കിടന്ന് വേണം ഈ ഗോതമ്പ് മാവ് കുതിർന്ന് കിട്ടാനായിട്ട്. ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഓയിൽ ആയിട്ടുണ്ട്. ഇനി ഇതൊരു 6 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ നിങ്ങൾ രാവിലത്തേക്കാണ് ചെയ്യുന്നതെങ്കിൽ തലേദിവസം രാത്രി തന്നെ ഇതിങ്ങനെ കുഴച്ച് വെക്കുക. എന്നിട്ട് ഇതിന് ഇതേപോലെ മൂടി ഒരു 6 മണിക്കൂർ വരെ മാറ്റി വെക്കാം. അപ്പോൾ ഇത് തലേ ദിവസം ഞാൻ കുഴച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണുമ്പോൾ അറിയാം നന്നായിട്ട് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് സോക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മാവ് ഒരുപാട് നേരം കുഴച്ച് ബുദ്ധിമുട്ടാതെ തന്നെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുമുണ്ട്. ഇനി ആ ഓയിൽ കൊണ്ട് തന്നെ ഒന്നുകൂടെ മാവൊന്ന് കുഴച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കാം നമുക്ക്. പിന്നെ ഈ മാവിൽ നിന്ന് ഓരോ ബോൾസായിട്ട് എടുക്കാം. ഒരുവിധം വലിപ്പമുള്ള ബോൾസ് വേണം പൊറോട്ടക്ക് എടുക്കാനായിട്ട്. ഇതേപോലെ എല്ലാം ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ 11 തരത്തിൽ പൊറോട്ട ഉണ്ടാക്കുന്ന റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതോടെ കാണുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ബോൾസും റെഡിയാക്കി വെക്കുക. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗളിൽ കുറച്ച് ഓയിൽ എടുക്കുക. എന്നിട്ട് ആ ഓയിലിൽ ഇതേപോലെ ഓരോ ബോൾസിലും ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഓരോ ബോൾസ് എടുത്ത് ഈ ഓയിലിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താലും മതി. കാര്യം നമ്മൾ ഗോതമ്പ് മാവ് കൊണ്ടാണ് ചെയ്യണം. അപ്പോൾ ഗോതമ്പ് മാവ് പെട്ടെന്ന് ഡ്രൈ ആയി പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇതേപോലെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നും വരില്ല. ഓയിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് എടുത്താൽ മതി. എങ്ങനെ വന്നാലും നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഓയിലിൻ്റെ ആവശ്യമുണ്ട്. എന്നാലും ഒരുപാട് ഓയിൽ യൂസ് ചെയ്യുന്നെന്നുള്ള തോന്നലൊന്നും വേണ്ട. കാര്യം ഈ ഓയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിത് പരത്താനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാം ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്ത് നമുക്ക് പരത്തി തുടങ്ങാം. അപ്പോൾ ഓരോന്ന് എടുക്കുമ്പോഴും ബാക്കിയുള്ള ബോൾസ് ഇതേപോലെ തന്നെ മൂടി വെക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പ് നന്നായിട്ടൊന്ന് കഴുകി ഞാൻ നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് വെച്ചിട്ട് ഇതേപോലെ പൊറോട്ട കൈ കൊണ്ട് തന്നെ പൊറോട്ട മാവ് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാനും പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മൈദമാവ് കൊണ്ട് ചെയ്യുന്ന പൊറോട്ട വലിയുന്നത് പോലെ ഇതത്ര നമ്മൾ പരത്തുമ്പോൾ വലിഞ്ഞ് കിട്ടുകയൊന്നുമില്ല. കാര്യം ഗോതമ്പ് മാവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എന്തായാലും ഇതിലുണ്ടാവും. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു കട്ടർ കൊണ്ട് ഇതേപോലെ വരഞ്ഞെടുക്കാം. കട്ടർ കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടാണെങ്കിലും ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും ചെയ്തു കൊടുക്കുക. പിന്നെ ഞാൻ മൈദാമാവിൻ്റെ പൊറോട്ടയിൽ ഞാൻ പറഞ്ഞായിരുന്നു 11 മെത്തേഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു മെത്തേഡും കൂടി ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതിന് വീണ്ടും അതിന് മുകളിലേക്ക് ഒന്ന് കൈകൊണ്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് 2 ഭാഗത്തു നിന്നും ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ വീശി അടിക്കുകയൊന്നും ചെയ്യാതെ തന്നെ നല്ല ലെയറായിട്ടുള്ള പൊറോട്ട കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള മാവും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ടിത് തിരിച്ച് ആ പാത്രത്തിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ ബൗൾസും നമ്മൾ ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കുമ്പോഴും ബാക്കിയുള്ളത് മൂടി വെക്കാൻ ശ്രദ്ധിക്കുക. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഗോതമ്പ് മാവ് ചിലപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി പോവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് മൂടി വെക്കുന്നത്. അപ്പോൾ ഓരോന്നെടുക്കുമ്പോഴും ഇതേപോലെ ആ പാത്രത്തിൽ എണ്ണയുള്ള ഭാഗത്തേക്ക് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അടുത്ത റോളും നമുക്ക് അതേപോലെ എണ്ണയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ആ പാത്രത്തിലുള്ള എണ്ണയിൽ തന്നെ ഡിപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതും ഇതേപോലെ തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് മൂടി വെക്കാം. എന്നിട്ട് ഇനി ഓരോന്നായിട്ടെടുത്ത് നമുക്ക് പരത്തി ചുട്ടെടുക്കാം. അപ്പോൾ ഓരോന്നെടുക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു ബാക്കിയുള്ളത് മൂടി വെക്കുക. എന്നിട്ട് നമ്മുടെ കൈവെള്ളം കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് പൊറോട്ട നമ്മൾ പരത്തുമ്പോൾ ഒരുപാട് തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു കട്ടിയിൽ വേണം പൊറോട്ട പരത്താനായിട്ട്. അപ്പോൾ ഈ കൈവെള്ളം കൊണ്ട് ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുത്ത് പരത്തിയെടുക്കാം. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പായി വന്നിട്ടുണ്ട്. ഇത് ചൂടായ ചട്ടിയിലിട്ട് ഓരോ പൊറോട്ടയും നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ പറഞ്ഞു വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. പിന്നെ ഇതിലേക്ക് ഇനി നമ്മൾ ചുടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇട്ട ഉടനെ തന്നെ ഒരു ഭാഗം നമ്മൾ അധികം ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ അത് മറിച്ചിടാൻ ശ്രദ്ധിക്കുക. കാര്യം അല്ലെങ്കിൽ മുകൾ ഭാഗം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവും. അപ്പോൾ ഒന്ന് നമ്മൾ പൊറോട്ട ഇട്ട ഉടനെ തന്നെ ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ മറിച്ചിടാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്ത് 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പക്ഷേ നമ്മുടെ പൊറോട്ട വെന്തിട്ടും ഉണ്ടാവില്ല. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു ഇച്ചിരി കട്ടിയിലാണ് നമ്മൾ പൊറോട്ട പരത്തുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിലാവുമ്പോൾ പുറം ഭാഗം മാത്രം നല്ല മൊരിഞ്ഞിരിക്കുകയും ചെയ്യും, ഉള്ളിൽ വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാൻ പറയുന്നത്. ഇപ്പോൾ 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തന്നെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഈ പൊറോട്ട നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. കാരണം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന 11 മെത്തേഡ്സ് പൊറോട്ട ഉണ്ടാക്കുന്ന 11 മെത്തേഡ്സിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ ഒരുപാട് നല്ല കമൻസും വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മാഷാഅല്ലാ 1 ലാക്ക് വ്യൂസിൽ കൂടുതലും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോവും നിങ്ങളെല്ലാവരും സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള പൊറോട്ടകളും നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നൊരു പൊറോട്ട റെസിപ്പിയാണിത്. അതുപോലെ തന്നെ നല്ല ലെയറായിട്ട് നമുക്ക് ഈ പൊറോട്ട തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പൊറോട്ടകളെല്ലാം ഇതേപോലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.